ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പ്രിൻസ് കാണാൻ പോവാണ് കേട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ബബ്ലു നമ്മുടെ കൂടെ വന്നില്ല കേട്ടോ. അവന് കാണണ്ട പറഞ്ഞിട്ട് അവൻ വീട്ടിലിരുന്നു. വന്നപ്പോൾ തന്നെ ഇവിടെ ആരും ഇല്ല കേട്ടോ. നമ്മൾ ഇന്ന് വന്നത് ഗ്രീൻഫീൽഡിലാണ് കാണാൻ വന്നത്. വീട്ടിൽ നിന്ന് ഗ്രീൻഫീൽഡിലേക്കാണ് ദൂരം കുറവ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സീറ്റുകളൊക്കെ ഒഴിവായിരുന്നു കേട്ടോ. അങ്ങനെ ഫിലിം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഏഡനും അനന്തോനും ഒക്കെ ഇഷ്ടമായി. നല്ലൊരു ഫിലിമായിരുന്നു. പ്രിൻസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ദിലീപിന്റെ നല്ലൊരു ഫിലിം കാണുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഇന്റർവെല് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയത്. ചിരിച്ച് ചിരിച്ച ഒരു വഴിയായി. അപ്പൊ നിങ്ങളും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് പ്രിൻസ് കാണൂ. ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികളായിട്ട് കാണാൻ പറ്റിയ ഒരു ഫിലിമാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ ഊബർ വന്നു. എന്നിട്ട് അതിൽ കയറി വീട്ടിലേക്ക് പോയി കേട്ടോ. തിരിച്ചു വരുമ്പോഴേ നമ്മൾ വേറൊരു വഴി കൂടെ കറങ്ങി തിരിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് 172 രൂപയായി കേട്ടോ. അത് ദൂരം കൂടുതലാണ്. ശരിക്കും ശ്രീകാര്യം വഴി അങ്ങനെ പോകുന്നതാണ് എളുപ്പം. അവർ ചെങ്കോട്ടുകോണം വഴി ഏതൊക്കെയോ വഴിയിൽ കൂടെ കൊണ്ടുപോയി. അപ്പൊ അത്രേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പ്രിൻസ് കാണാൻ പോവാണ് കേട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ബബ്ലു നമ്മുടെ കൂടെ വന്നില്ല കേട്ടോ. അവന് കാണണ്ട പറഞ്ഞിട്ട് അവൻ വീട്ടിലിരുന്നു. വന്നപ്പോൾ തന്നെ ഇവിടെ ആരും ഇല്ല കേട്ടോ. നമ്മൾ ഇന്ന് വന്നത് ഗ്രീൻഫീൽഡിലാണ് കാണാൻ വന്നത്. വീട്ടിൽ നിന്ന് ഗ്രീൻഫീൽഡിലേക്കാണ് ദൂരം കുറവ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സീറ്റുകളൊക്കെ ഒഴിവായിരുന്നു കേട്ടോ. അങ്ങനെ ഫിലിം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഏഡനും അനന്തോനും ഒക്കെ ഇഷ്ടമായി. നല്ലൊരു ഫിലിമായിരുന്നു. പ്രിൻസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ദിലീപിന്റെ നല്ലൊരു ഫിലിം കാണുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഇന്റർവെല് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയത്. ചിരിച്ച് ചിരിച്ച ഒരു വഴിയായി. അപ്പൊ നിങ്ങളും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് പ്രിൻസ് കാണൂ. ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികളായിട്ട് കാണാൻ പറ്റിയ ഒരു ഫിലിമാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ ഊബർ വന്നു. എന്നിട്ട് അതിൽ കയറി വീട്ടിലേക്ക് പോയി കേട്ടോ. തിരിച്ചു വരുമ്പോഴേ നമ്മൾ വേറൊരു വഴി കൂടെ കറങ്ങി തിരിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് 172 രൂപയായി കേട്ടോ. അത് ദൂരം കൂടുതലാണ്. ശരിക്കും ശ്രീകാര്യം വഴി അങ്ങനെ പോകുന്നതാണ് എളുപ്പം. അവർ ചെങ്കോട്ടുകോണം വഴി ഏതൊക്കെയോ വഴിയിൽ കൂടെ കൊണ്ടുപോയി. അപ്പൊ അത്രേ ഉള്ളൂ.